ഹായ് ഗൈസ്, എഡ്യൂക്കേഷൻ ഗൈഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഇപ്പോൾ +2 കഴിഞ്ഞ് ഇനി ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സാധ്യത എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാൻ നൽകുവാനായിട്ട് പോകുന്നത്. ഇപ്പോൾ +2 കഴിഞ്ഞു ഒരുപാട് വിദ്യാർത്ഥികൾ, ഏകദേശം ഒരു 70% വിദ്യാർത്ഥികളും ഇപ്പോൾ നീറ്റൊക്കെ എഴുതിയിട്ട് നീറ്റിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് അതുപോലെ കീം ഇങ്ങനെയുള്ള നീറ്റിന്റെ റിസൾട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ഇപ്പോൾ തന്നെ വളരെ ഫാസ്റ്റായിട്ട് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് BSc നഴ്സിംഗ് അതുപോലെ പാരാമെഡിക്കൽ മേഖലകളിലേക്കൊക്കെയാണ് കൂടുതലായിട്ട് അഡ്മിഷൻ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഡിഗ്രി എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു പ്രൊഫഷണൽ ഡിഗ്രി, നമുക്കിപ്പോൾ +2 കഴിഞ്ഞു, ഒരു ഡിഗ്രി വേണം. ഒപ്പം നമുക്ക് നമ്മുടെ ലൈഫ് സെക്യൂർ ആക്കുന്ന തരത്തിലേക്ക് ഒരു അഡ്മിഷൻ ആണ് നിങ്ങൾ നേടുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനി നമുക്ക് ഒരിക്കലും താഴോട്ട് പോകാത്ത മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ, അത് ആരോഗ്യ മേഖലയും അതുപോലെ അഗ്രികൾച്ചർ മേഖലയുമാണ്. ഒരിക്കലും ആരോഗ്യ മേഖല താഴേക്ക് പോകുന്നില്ല, അതുപോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയിൽ താഴേക്ക് പോകുന്നില്ല. അതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഭക്ഷണം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ചികിത്സ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ചികിത്സ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അതുപോലെ നമുക്ക് കൃഷി, അതുപോലെ നമുക്ക് ധാന്യങ്ങൾ എന്തെങ്കിലും ഭക്ഷിക്കണമെങ്കിൽ നമ്മൾ എന്തായാലും അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആയുഷ്കാലം നമുക്ക് ഇവിടെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയുവാനുള്ളത്, കഴിയുമെങ്കിൽ നിങ്ങൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ മേഖലയാണ്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ബിടെക് അഗ്രികൾച്ചർ, അതുപോലെ BSc അഗ്രികൾച്ചർ, അതുപോലെ ഇങ്ങനെയുള്ള കോഴ്സ്, ഫുഡ് ടെക്നോളജി കോഴ്സുകൾ, ഇങ്ങനെയുള്ള കോഴ്സുകൾ എടുക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ BSc നഴ്സിംഗ്, അതുപോലെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ, അത് BSc പാരാമെഡിക്കൽ ആവാം, BVoc പാരാമെഡിക്കൽ ആവാം. ഇതൊക്കെ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും, ലൈഫ് സെക്യൂർ ആയിരിക്കും. ഒരു 3 വർഷത്തെ 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ലൈഫ് സെക്യൂർ ആകും. നമ്മുടെ വീട്ടുകാരെയോ മറ്റുള്ളവരെയോ നമ്മൾ ആശ്രയിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഉപജീവന മാർഗം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും അത്തരത്തിലുള്ള നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നാണ് എനിക്ക് എന്റെ അനുജന്മാരോടും അനുജത്തിമാരോടും പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു മേഖല, അടുത്ത് നമ്മൾ മൂന്നാമതൊരു ഓപ്ഷൻ ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടെക്നിക്കൽ മേഖലയാണ്. ഇനി അങ്ങോട്ട് നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ കോഴ്സുകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇങ്ങനെയുള്ള ന്യൂ ജനറേഷൻ കോഴ്സുകൾ, BBA ലോജിസ്റ്റിക്സ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി നല്ല ന്യൂ ജനറേഷൻ കോഴ്സുകൾ. അപ്പൊ ഈ ന്യൂ ജനറേഷൻ കോഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ലൈഫ് നമുക്ക് സെക്യൂർ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും എന്റെ വീഡിയോ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടവരെല്ലാവരും നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.